ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വൈകുന്നേര ചായക്കടിയാണ് കേട്ടോ. പഴം നിറച്ചത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിലേക്ക് ആദ്യം ഒരു ഫില്ലിങ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് ഇളക്കി. പിന്നെ അതിന് ശേഷം ചിരവിയ തേങ്ങ ഇട്ട് കൊടുത്തു. ഇളക്കിയതിന് ശേഷം പിന്നെ മധുരത്തിന് ആവശ്യമില്ല പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് പഴം ഈ 4 പഴമാണ് ഞാൻ എടുത്തത്. ഒരുവിധം നന്നായി പഴുത്ത പഴം തന്നെയാണ് കേട്ടോ. അത് അങ്ങനെയാണ് വേണ്ടതും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നാലേ നമുക്കത് ഫില്ലിങ്ങേക്ക് നിറക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആ ഫില്ലിങ്ങൊക്കെ ഈ പഴത്തേക്ക് നിറച്ച് കൊടുത്തു. അതുപോലെ എല്ലാ പഴത്തിലും ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റൊക്കെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ എല്ലാ പഴവും ഞാൻ ഇതുപോലെ നിറച്ചെടുത്ത് നമുക്കിത് ഒരു മൈദൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വേവിക്കാൻ വെക്കുമ്പോൾ തേങ്ങയൊക്കെ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇതുപോലെ എല്ലാം ഞാൻ കവർ ചെയ്തെടുത്തിന്. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് പഴം ഇതിലേക്ക് അങ്ങനെ വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് 4 വശവും ഒന്ന് കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ വേവിക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കളർ വ്യത്യാസം വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്താണ്. പിന്നെ പഴുത്ത പഴമാകുമ്പോൾ അങ്ങനെ വെന്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ പഴവും ഇതുപോലെ ചെയ്തെടുത്തിന് നമ്മൾ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ.